എൻ.ഡി.എയുടെ ഘടകകക്ഷികൾ ഇടയുന്നു. പരസ്യമായ പ്രസ്താവനയുമായി എൻ.ഡി.എയുടെ ദേശീയ നേതാക്കളൊക്കെ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. JDU നേതാക്കളായാലും LJP ചിരാഗ് പാസ്വാന്റെ നേതൃത്വത്തിലുള്ള LJPയുടെ നേതാവായ ചിരാഗ് പാസ്വാൻ തന്നെ UP സർക്കാരിന്റെ നടപടിക്കെതിരെ പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം UP സർക്കാർ ഒരു ഉത്തരവിറക്കിയിരുന്നു. കൻവാർ യാത്രയുമായി ബന്ധപ്പെട്ട് യാത്ര കടന്നു പോകുന്ന വഴിയോരങ്ങളിലുള്ള കച്ചവടക്കാർ ഉടമസ്ഥന്റെ പേരും സ്ഥാപനത്തിന്റെ പേരും എഴുതി പ്രദർശിപ്പിക്കണമെന്നുള്ളത്. അത് പേപ്പറിലോ കാർഡ്ബോർഡിലോ ഇല്ല എങ്കിൽ ഏത് രീതിയിലായാലും പ്രദർശിപ്പിക്കണമെന്നൊരു ഉത്തരവ് ഇറക്കിയിരുന്നു. അത് ക്രമസമാധാന നില ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. കാരണം മിക്കവാറുമൊക്കെ ഈ വഴിയോര കച്ചവടക്കാരിൽ നിന്നാണ് സംഘർഷം ഈ കാൻവാർ യാത്രയിൽ സംഭവിക്കാറുള്ളത്. അതുകൊണ്ട് ഏത് കച്ചവടക്കാരാണ് അവിടെ നടത്തിയതെന്നൊക്കെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഇതിനെതിരെ ഇപ്പോൾ എൻ.ഡി.എയുടെ ഘടകകക്ഷികളായ ജനതാദൾ യു, ലോക് ജനശക്തി പാർട്ടി അതായത് ചിരാഗ് പാസ്വാന്റെ പാർട്ടി, രാഷ്ട്രീയ ലോക്ദൾ അതായത് ജാട്ട് വിഭാഗത്തിൻ്റെ പാർട്ടി, UP-യിൽ ഘടകകക്ഷിയാണ് ഈ RLD എന്ന് പറയുന്ന പാർട്ടി. ഇവരെല്ലാം തന്നെ പറയുന്നത് ഈ UP സർക്കാരിൻ്റെ തീരുമാനം പുനഃപരിശോധിക്കണം, പിൻവലിക്കണം. ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ആണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും UP സർക്കാർ ഇപ്പോൾ ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കനത്ത തിരിച്ചടി, BJPക്കുള്ളിൽ തന്നെ ചില പ്രശ്നങ്ങൾ, അവിടെയാണ് ഇപ്പോൾ അവരുടെ ഘടകകക്ഷികൾ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ നടപടി പിൻവലിക്കണം, പേര് പ്രദർശിപ്പിക്കണം എന്നുള്ള നടപടി പിൻവലിക്കണം, അതില്ലെങ്കിൽ അത് പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത്. ഏതായാലും എന്തായിരിക്കും യോഗി സർക്കാർ ഇതിനൊരു മറുപടി നൽകുക എന്ന് വരും മണിക്കൂറിൽ ഒരുപക്ഷെ അറിയാൻ കഴിയും. ആയിരിക്കും ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.